എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ആ സ്വീറ്റ് സിറ്റി കാണിക്കും. അവിടെയാണെങ്കിൽ ഒരുപാട് ന്യൂസ് പേപ്പർ സ്പ്രെഡ് ആയിക്കൊണ്ടേയിരിക്കും. ജനങ്ങളെല്ലാവരും ഒരു ഹോട്ട് ന്യൂസ് വായിച്ച് ാവുകയും ചിന്തിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യും. ന്യൂസ് മറ്റൊന്നുമല്ല, ജിംബൈ അവൻ ബിഗ് മോമിന്റെ ടീമിൽ നിന്ന് ക്വിറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. പിന്നീട് അവന്റെ തീരുമാനം മാറ്റി അവൻ വീണ്ടും ബിഗ് മോമിന്റെ അണ്ടറിൽ അവളുടെ അസിസ്റ്റന്റ് ആയിട്ട് തുടരുന്നു എന്നായിരിക്കും ആ ഒരു ന്യൂസ് വായിക്കുന്ന ജനങ്ങളെല്ലാവരും ജിംബയെ കളിയാക്കും. അവൻ ആക്ച്വലി ബിഗ് മോമിനെ കുറിച്ച് നന്നായിട്ട് അറിയില്ലേ. അവൾ എന്തെങ്കിലും ഒന്ന് നേടണമെന്ന് കരുതിയ അത് നേടിയിട്ടേ അടങ്ങും. ഒരാളും അവളുടെ ടീം വിട്ടു പോകാനായിട്ട് അവൾ സമ്മതിക്കില്ല. അതുമാത്രമല്ല, അവളുടെ ടീമിൽ ചേരണം എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. കാരണം അവൾ അത്രയധികം ഫെസിലിറ്റി അവളുടെ ടീമിലുള്ളവർക്ക് കൊടുക്കാറുണ്ട്. ഇവിടെ നമ്മുടെ ബ്രൂക്ക് ആണെങ്കിൽ ആ ന്യൂസ് വായിച്ച് ഷോക്കാവും. കാരണം അവർക്കറിയില്ല ജിംബൈ അവൻ ആ ബിഗ് ബോമിന്റെ ടീമിലെ ഒരു മെമ്പറാണെന്ന്. മാത്രമല്ല, നമ്മുടെ ആൾക്കാർ പോയതിനു ശേഷം അവരുടെ ഫിഷർമാൻ ഐലാൻഡ് അതിനെ പ്രൊട്ടക്ട് ചെയ്തത് സാക്ഷാൽ ബിഗ് മോമാണ്. പെട്രോയ്ക്കാണെങ്കിൽ ഭയങ്കര അതിശയം. അവൻ ബ്രൂക്കിനോട് ചോദിക്കും, നിങ്ങൾക്ക് ജിംബയെ കുറിച്ച് അറിയോ? അതിന് ബ്രൂക്ക് ആണെങ്കിൽ നടന്ന എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അവന് പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മുടെ ആൾക്കാർക്കും ജിംബയെ നന്നായിട്ട് അറിയാവുന്ന പെട്രോ അപ്പോഴായിരിക്കും സത്യത്തിൽ മനസ്സിലാക്കുക. ഇവിടെ പെട്രോ ആണെങ്കിൽ ബ്രൂക്കിന് ഒരു വിൻഡോ കാണിച്ചു കൊടുക്കും. അവൻ ആ വിൻഡോയിലൂടെ നോക്കും. അതിൻ്റെ ഉള്ളിൽ സാക്ഷാൽ പുട്ടിങ് അവളുടെ കൂടെയുള്ളവരോട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പ്ലീസ് ദയവ് ചെയ്ത് എനിക്കൊരു 1 മണിക്കൂർ സമയം തരണം, എനിക്ക് അത്യാവശ്യമായിട്ട് ഒന്ന് പുറത്തു പോകണം. പക്ഷെ അവളുടെ കൂടെയുള്ളവർ അതിനവളെ സമ്മതിക്കാതെ ഒരുപാട് ഡ്രസ്സും ഓർണമെന്റ്സ് ഒക്കെ അവളുടെ മുൻപിലേക്ക് എടുത്തിട്ട് അതിലിഷ്ടമുള്ളത് സെലക്ട് ചെയ്യാൻ പറയും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഇതെല്ലാം കണ്ട് ഷോക്കാവുകയാണ്. കാരണം ഓൾറെഡി അവൾ സാഞ്ചയും കൂട്ടി ലൂഫിയൻ ടീമിന്റെ അടുത്തേക്ക് എത്തേണ്ട സമയം അത് കഴിഞ്ഞിരിക്കുകയാണ്. അവളെ കൊണ്ട് അതിന് സാധിച്ചിട്ടില്ല. അത് മാത്രമല്ല, ഐലാൻഡിലേക്ക് വന്നപ്പോൾ ദൂരത്ത് നിൽക്കുന്ന സാഞ്ചയെ നമ്മുടെ ആൾക്കാർ കണ്ടതാണ്. അവന്റെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവും ഇല്ല. അതിനർത്ഥം നമ്മുടെ ആൾക്കാർ വന്ന കാര്യം അവൻ അറിഞ്ഞിട്ടില്ല എന്നാണ്. അവരെങ്ങനെ ഇനി എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ച് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുമ്പോഴായിരിക്കും തൊട്ടപ്പുറത്തായിട്ട് നിൽക്കുന്ന തമഗോയെ കാണുക. അവനാണെങ്കിൽ നമ്മുടെ ആൾക്കാർ വന്നതും ലൂഫിയും ടീമും ആ ഫോറസ്റ്റിലേക്ക് പോയതും പെപ്പോംസിനെ അവനെ കാണാനില്ലാത്ത കാര്യവും അങ്ങനെ എല്ലാ കാര്യങ്ങളും ആരോടോ ഡിസ്കസ് ചെയ്യുന്നതായിട്ട് നമ്മുടെ ആൾക്കാർ കേൾക്കും. തമഗോ ആണെങ്കിൽ ഫോറസ്റ്റിലേക്ക് പോയ നമ്മുടെ ആൾക്കാരുടെ 4 പേരുടെ ഫോട്ടോ അത് കാണിച്ചു കൊടുക്കും. അതുപോലെ തന്നെ ഇവിടേക്ക് വന്ന പെട്രോയുടെയും ബ്രൂക്കിന്റെയും ഫോട്ടോ. ഇവർ 2 പേരും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്, എത്രയും വേഗം ഇവരെ കണ്ടുപിടിക്കണം എന്ന് പറയും. പെട്രോയും ബ്രൂക്കും അവർ 2 പേരും പേടിച്ചു വിറയ്ക്കും. ഇതെങ്ങനെ നമ്മുടെ മൂവ്മെന്റ്സ് ഒക്കെ ഇവരിത്ര കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുകയും ചിന്തിച്ച് അവർ ചുറ്റും നോക്കും. അപ്പോഴായിരിക്കും അവിടെയുള്ള മരങ്ങളും ഇലകളും ഒക്കെ അവർ ശ്രദ്ധിക്കുക. ആക്ച്വലി ഇവറ്റകളാണ് കറക്റ്റ് ആയിട്ട് ഈ കമ്മ്യൂണിക്കേഷൻ, ഈ ഇൻഫർമേഷൻസ് എല്ലാം തന്നെ അപ്പോ ഈ വില്ലന്മാർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. ബ്രൂക്കിനും പെട്രോയ്ക്കും ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അവർ പകച്ചു നിൽക്കും. മറ്റൊരു ഭാഗത്ത് ആ ഹോൾ കേക്ക് ഐലാൻഡിന്റെ നോർത്ത് സൈഡ് കാണിക്കും. അവിടെയാണെങ്കിൽ ഒരു കുട്ടി വലിയ വായില് നിലവിളിച്ച് കരയും. ഉടനെ കപ്പോൺ അവൻ അവിടേക്ക് വന്ന് ആ കുട്ടിയെ എന്തൊക്കെയോ കോക്കറിയൊക്കെ കാണിച്ച് ചിരിപ്പിക്കാനായിട്ട് തുടങ്ങും. ആ കുഞ്ഞ് അത് സാക്ഷാൽ കപ്പോണിന്റെ തന്നെ കുഞ്ഞാണ്. ഷാർലറ്റ് ഷിഫോൺ ആണ് അവന്റെ ഭാര്യ. അവളും ഷാർലറ്റ് ഫാമിലിയിലെ 22ാമത്തെ പെൺകുട്ടിയാണ്. ഇവിടെ കപ്പോൺ അവനാണെങ്കിൽ ഒരാളുടെ അടുക്കലേക്ക് വരികയാണ്. അത് മറ്റാരുമല്ല, സാക്ഷാൽ പപ്പോൺ. കപ്പോൺ ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, നീ ഇത് കണ്ടില്ലേ, എനിക്കൊരു കുഞ്ഞ് ജനിച്ചു, ഇന്ന് തന്നെ നിന്നെ കൊല്ലേണ്ടി വരുമല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. പക്ഷെ എന്റെ മുൻപിൽ ഇപ്പൊ വേറെ വഴിയില്ല. അപ്പൊ അവിടുന്ന് അങ്ങനെ ക്യാമറ സൂം ഔട്ട് ചെയ്ത് അവർ നിൽക്കുന്ന ആ ഒരു സ്ഥലം കാണിക്കും. കടലിന് ചുറ്റുമുള്ള ഒരു വലിയ ഐസ് പാളിയിലാണ് അവർ നിൽക്കുന്നത്. അവനെ ഷൂട്ട് ചെയ്ത് ആ കടലിലേക്ക് തള്ളിയിടാനാണ് അവന്റെ ശ്രമം. കടലിലേക്ക് വീണ് കഴിഞ്ഞ ടെററായിട്ടുള്ള സീ മോൺസ്റ്റേഴ്സ് അവനെ അച്ചറം പൊച്ചറം കടിച്ചു പറിച്ചു തിന്നും. പിന്നീട് ഒരിക്കലും അവൻ തിരിച്ചു വരില്ല. അടുത്ത നിമിഷം കപ്പോൺ അവനെ ഷൂട്ട് ചെയ്ത് ആ വെള്ളത്തിലേക്ക് ഇടുകയാണ്. മറ്റൊരു ഭാഗത്ത് സാഞ്ചി ആണെങ്കിൽ നാമിയുടെയും ലൂഫി ആണെങ്കിൽ നാമിയുടെയും സാഞ്ചിയുടെയും പിന്നാലെ ഓടും. അവരും 4 കാലില് മരത്തിലേക്ക് പാഞ്ഞു കയറുകയാണ്. ലൂഫിക്കാണെങ്കിൽ കലി കയറി നിൽക്കുമ്പോൾ ആ പുട്ടിൻ അവളിപ്പോ ലൂഫിയുടെ മുൻപിലേക്ക് വരികയാണ്. അവള് ലൂഫിയുടെ മുൻപിലേക്ക് വന്ന് ഒരു ഗോസ്റ്റ് ലുക്കില് ടെററായിട്ട് അങ്ങനെ ലൂഫിയെ നോക്കി പേടിപ്പിക്കും. ലൂഫി ഞൊടിയടയിൽ അവന്റെ നെറ്റ് അതുപയോഗിച്ച് അവറ്റകളെ എല്ലാം ക്യാച്ച് ചെയ്യും. അപ്പോഴായിരിക്കും അവന്റെ തൊട്ടു പുറകിലായിട്ട് മറ്റൊരു സാഞ്ചിയെ കാണുക. അത് കണ്ട് ലൂഫിയുടെ സകല കിളിയും പോയി അവൻ അങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ ബിഗ് മോമിന്റെ ആക്ഷൻ കാണിക്കുകയാണ്. അവളുടെ തൊട്ടു മുൻപില് സാക്ഷാൽ സീസർ. അവനാണെങ്കിൽ അവളുടെ കാലിൽ വീണ് അങ്ങനെ ബെഗ് ചെയ്യാണ്. കാരണം ഓൾറെഡി ബിഗ് മോം വലിയൊരു പ്രൊജക്റ്റിന് വേണ്ടി അവന്റെ പേരിൽ ഒരുപാട് തുകയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തതാണ്. പക്ഷെ അവനാണെങ്കിൽ യാതൊരു തരത്തിലുള്ള എക്സ്പെരിമെന്റും അവൻ ചെയ്തിട്ടില്ല. പക്ഷെ ആ കാര്യം അവൾ മനസ്സിലാക്കിയ തീർച്ചയായിട്ടും അവനെ വെറുതെ വിടില്ല. സീസർ ആണെങ്കിൽ ഇപ്പൊ അവളോട് ബെഗ് ചെയ്യും, പ്ലീസ് ദയവ് ചെയ്ത് എന്നെ ഒന്നും ചെയ്യരുത്. നീ പറഞ്ഞ ആ ഒരു റിസർച്ച് അത് ഞാൻ
ഇപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ലോകത്തുള്ള എല്ലാവരും ഒരു ടേബിളിലിരുന്ന് ഒന്നിച്ച് ഭക്ഷണം കഴിക്കണം, അതല്ലേ നിന്റെ ആഗ്രഹം? അതിനുവേണ്ടി ഓൾറെഡി ഞാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ നീക്കി കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അവളെ കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ബിഗ് മോം ആണെങ്കിൽ അവനോട് തീർത്ത് പറയും, ഇത്രയും കാലത്ത് നിന്റെ റിസർച്ച് അതെന്തായി, അതിന്റെ ഔട്ട്പുട്ട് അത് എനിക്ക് വേണമെന്ന് പറയും. അവൻ ഒരു സെക്കൻഡ് ഡോഫ്ലമിംഗോ അവന് കൊടുത്ത ആ റിസർച്ചിനെ പറ്റി ആലോചിക്കും. അവൻ ബിഗ് മോമോ കൊടുത്ത ടൈമിൽ അത്രയും തന്നെ ഡോഫ്ലമിംഗോയുടെ റിസർച്ചാണ് മുൻപോട്ടേക്ക് കൊണ്ടുപോയത്. പക്ഷെ എന്താ, അവസാനം നമ്മുടെ ആൾക്കാർ വന്ന് അതും തകർത്തില്ലാതാക്കി. സീസർ ആണെങ്കിൽ തുടക്കം മുതൽ അവസാനം വരെ ബിഗ് മോമിനെ ചീറ്റ് ചെയ്യായിരുന്നു. അവൾക്ക് ഒരുപാട് എക്സ്പെക്ടേഷൻ ഒക്കെ കൊടുത്ത് അവൻ ആവശ്യത്തിനധികം തുക അവളുടെ കയ്യിൽ നിന്ന് കൈപ്പറ്റി. അതിനുശേഷം ഇഷ്ടം പോലെ ഡ്രിങ്ക്സ്, കാർഡ്സ് കളി, ഗേൾസ് എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ അവൻ ആ പണമൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് തീർത്തു. പിന്നീട് ഡോഫ്ലമിംഗോയുടെ അസിസ്റ്റന്റായി മാറി അവൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. ബിഗ് മോം അവനെ തകർക്കാൻ വന്ന ഡോഫ്ലമിംഗോ വെറുതെ ഇരിക്കില്ല എന്ന് അവനറിയാം. ഡോഫ്ലമിംഗോയ്ക്ക് ഒരു പോറൽ പോലും ഏൽപ്പിക്കാനായിട്ട് ആ കൈലോയും തയ്യാറാവില്ല. സോ ആ ഒരു സേഫ്റ്റി അതവൻ മനസ്സിൽ കണ്ടാണ് ഇത്രയും കാലവും ഈ ഒരു ഒളിച്ചുകളി അത് നടത്തിയത്. പക്ഷെ അവസാന നിമിഷം നമ്മുടെ ആൾക്കാർ അതെല്ലാം തകർത്തു. അവനാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ഓർത്ത് അങ്ങനെ ഫുൾ കലിപ്പിൽ നിൽക്കുകയാണ്. ഉടനെ ബിഗ് മോം ആണെങ്കിൽ അവനോട് ചോദിക്കും, എന്തു പറ്റി, എന്താ നീ മറുപടി ഒന്നും പറയാത്ത? അപ്പോഴായിരിക്കും അവനൊരു ബുദ്ധി വെളിച്ചം ഉണ്ടാവുക. അവൻ നൈസായിട്ട് ഇപ്പൊ ബിഗ് മോമിനോട് പറയും, സത്യത്തിൽ ഞാൻ ഇത്രയും കാലവും ഒളിച്ചു നടക്കുക തന്നെയായിരുന്നു. അതിന് കാരണം മറ്റൊന്നുമല്ല, നിങ്ങളുടെ റിസർച്ച് അത് ഏകദേശം ഞാൻ ഫൈനൽ സ്റ്റേജിലേക്ക് കൊണ്ടുവന്നതാണ്. പക്ഷെ ലാസ്റ്റ് മൊമെന്റിൽ അതെല്ലാം നശിപ്പിച്ചത് മറ്റാരുമല്ല, ആ സ്ട്രോഹാ ലൂഫിയും ട്രഫാൽഗർ ലോയും ചേർന്നാണ്. എന്റെ ലാബ്, അസറ്റ്സ്, തിങ്സ് അതെല്ലാം തന്നെ അവർ നശിപ്പിച്ചു. അവർ ആ സമയത്ത് അവിടേക്ക് വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഇതിനോടകം ആ ഒരു എക്സ്പെരിമെന്റ് കംപ്ലീറ്റ് ചെയ്ത് റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് തന്നേനെന്ന് പറഞ്ഞ് അവനങ്ങനെ ഒരു ഓസ്കാർ ആക്ടിംഗ് ഒക്കെ കൊടുത്ത് പൊട്ടിക്കരയാണ്. ചുറ്റുമുള്ള ബിസ്ക്കറ്റ്സിനും കേക്കിനും ഗ്ലാസിനും ടേബിളിനും ഒക്കെ തന്നെ അവൻ്റെ ആക്ടിങ് കാണുമ്പോൾ ചിരി വരും. അവർക്ക് നന്നായിട്ട് മനസ്സിലാവും അവൻ ആക്ട് ചെയ്യുന്നതാണെന്ന്. ഇവിടെ ബിഗ് മോം അവനാണെങ്കിൽ ഒരു 2 സെക്കൻഡ് മിണ്ടില്ല. സൈലൻസ്, ഫുൾ ഓഫ് സൈലൻസ്. അതിനുശേഷം സീസറിനോട് പറയും, ഓക്കെ കുഴപ്പമില്ല, പങ് ഹസാർഡിൽ നിനക്കുണ്ടായിരുന്ന പോലെ ഒരു ലാബും ഫെസിലിറ്റീസും എല്ലാം ഞാൻ നിനക്ക് ഇവിടെ സെറ്റ് ചെയ്ത് തരാം. അധികം സമയം എടുക്കാതെ വളരെ പെട്ടെന്ന് തന്നെ ആ മിഷൻ അത് നീ കംപ്ലീറ്റ് ചെയ്ത് തരണം. അത് കേട്ട് സീസർ അവൻ ഞെട്ടുകയാണ്. അതിനവനാണെങ്കിൽ വേറെ വഴിയില്ലാതെ ഇപ്പൊ തലയാട്ടും. അവള് പറയും, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഓൾറെഡി ഇവിടെ ലാബൊക്കെ സെറ്റാണ്. വർഷങ്ങളായിട്ട് ഒരുപാട് പേര് ഈ ഒരു എക്സ്പെരിമെന്റിന് വേണ്ടി കഷ്ടപ്പെടുന്നു. പക്ഷെ ആർക്കും തന്നെ അത് കംപ്ലീറ്റ് ചെയ്യാനായില്ല. നിന്നെ കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി, അത് തന്നെ വലിയ കാര്യം. ഇത് കംപ്ലീറ്റ് ചെയ്യാൻ നിനക്ക് എത്ര ദിവസങ്ങൾ വേണം? ഒരാഴ്ച മതിയോ, അല്ലെങ്കിൽ 2 ആഴ്ച, അതും അല്ലെങ്കിൽ 1 മാസം? എന്തായാലും കുഴപ്പമില്ല, നിനക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ നൽകാം. എത്രയും വേഗം ഇത് കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അവൾ സെറ്റ് ചെയ്ത ആ ലാബിലേക്ക് കൊണ്ടാക്കുകയാണ്. സീസറിനാണെങ്കിൽ അത് ശരിക്കും ഒരു അടി കിട്ടിയതുപോലാവും. കാരണം ആ ലാബ് ഭയങ്കരമായിട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാം ഉള്ള ഒരു ലാബാണ്. ഒരിക്കലും ചെയ്യാൻ കഴിയാത്ത ഒരു എക്സ്പെരിമെന്റ് അത് ചെയ്യാൻ കഴിയുമെന്ന് അവനിപ്പോ വാക്ക് കൊടുത്തുപോയി. അപ്പൊ ബിഗ് മോമിന്റെ എൽഡർ സണ്ണ് അവനിപ്പോ സാഞ്ചിയുടെ അടുത്തേക്ക് വരികയാണ്. നിനക്ക് ആവശ്യമായതെല്ലാം ഈ ലാബിലുണ്ടെന്ന് പറഞ്ഞ് സീസറിന്റെ ഹാർട്ട് അതങ്ങനെ കാണിച്ച് അതിൽ ഞെക്കി കളിക്കുകയാണ്. അത് കണ്ട് സീസർ പേടിക്കും. കാരണം ആ ഹാർട്ട് ഉണ്ടായിരുന്നത് സാഞ്ചിയുടെ കയ്യിലാണ്. അവൻ ഒരുപാട് റിക്വസ്റ്റ് ചെയ്തതാണ് അത് അവന് തിരികെ തരാൻ. പക്ഷെ സാഞ്ചി അവനത് വലിച്ചെറിഞ്ഞു. അത് കറക്റ്റായിട്ട് ഇവന്റെ കയ്യിലും കിട്ടി. അവനാണെങ്കിൽ തീർത്ത് പറയും, 2 ആഴ്ചക്കുള്ളിൽ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നിന്നെയും ഒരു ക്യാൻഡി ആക്കി മാറ്റി ഞാൻ കഴിക്കും. കട്ട് ചെയ്ത ഇവിടെ ഫോറസ്റ്റില് ലൂഫി അവനാണെങ്കിൽ ആ പിറ്റോയെയും കയ്യിൽ കിട്ടിയ ഒരു സാഞ്ചിയെയും അവർ രണ്ടുപേരെയും തൂക്കിയെടുത്ത് ആ ജയന്റ് മാന്റെ അടുത്തേക്ക് വരും. അപ്പോഴാണെങ്കിൽ ദൂരത്ത് ആരൊക്കെയോ ചേർന്ന് ഒച്ചത്തിൽ കരയുന്ന ശബ്ദം അതവൻ കേൾക്കും. അവൻ ആ ശബ്ദം വരുന്ന ഭാഗത്തേക്ക് നോക്കും. അപ്പവൻ കാണും ക്യാരറ്റ്സ്, നാമി, ചോപ്പർ, സാഞ്ചി എന്നിങ്ങനെ അവരങ്ങനെ അവിടെ നിരന്നു നിന്ന് ബഹളം വയ്ക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.